വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറത്തിനെ മുഴുവൻ വെള്ള തേച്ച് പുതപ്പിച്ച് കിടത്താൻ ഒരു സ്വാമിജി വന്നിട്ടുണ്ട്. സ്വാമി കുണുകുണാനന്ദ, എന്ത് തീട്ടാനന്ദയാണോ, എന്നാലും വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചത്, ഒന്ന് കണ്ടു നോക്കണേ. ഞാനവിടെ എന്റെ കണ്ണ് നിറച്ചൊരു അനുഭവം ഉണ്ടായി. ഞാനവിടെ ഒരു കടയിൽ നിന്ന് നമ്മളുടെ ട്രാൻസ്പോർട്ട് ബസ്സാൻഡിന്റെ അടുത്താണ് ആ കടയിൽ നിന്ന് കൃത്യമായിട്ട് അപ്പുറത്തെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. അവര് ചെരുപ്പ് പൊതിഞ്ഞ് ഒരു പാക്കറ്റിൽ ഇട്ടിട്ട്, അവര് ബാറ്റേന്നൊന്നുമല്ല, ഒരു സാധാരണ ചെരുപ്പ് കട. അപ്പൊ അവര് പൊതിഞ്ഞൊരു പ്ലാസ്റ്റിക് കടലാസിൽ ഇട്ടിട്ട് അവരവിടെ വെച്ചു. അത് കഴിഞ്ഞ സമയത്ത് ഞാൻ അപ്പുറത്ത് പോയിട്ട് എന്തോ വാങ്ങിക്കാൻ എന്തോ ഒരു കാര്യത്തിൽ അപ്പുറത്ത് തിരിഞ്ഞു. ഈ കാര്യം ഞാൻ മറന്നു, ചെരുപ്പിന്റെ കാര്യം മറന്നു. ഞാൻ ബസ്സും കയറി എല്ലാം പോയി തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ചെരുപ്പ് മറന്നു. ഇനിയിപ്പോ അവിടെ ചോദിച്ചാൽ അവർ ചീത്ത പറയും. ഏത് ചെരുപ്പ് എന്ത് ചെരുപ്പ് ചോദിച്ചാൽ നാണക്കേടാവില്ലേ? പിന്നെ ഈ ചെരുപ്പിന് വേണ്ടി വീണ്ടും 150 രൂപ ചെലവഴിച്ചിട്ട് ഞാൻ മലപ്പുറത്ത് പോകാൻ പറ്റും? കാലമേള കഴിഞ്ഞ് നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മ തന്നെ സത്യം, ഒരു 10-12 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുകയാണ്. വേറൊരു കാര്യത്തിനാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന സമയത്ത് ഈ കട ഞാൻ നോക്കി, അവിടെ ഉണ്ടോ? കടയുണ്ട്, കടയായി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കടയിൽ കയറി. ഇവിടെ ആദ്യം ഉണ്ടായത് എന്റെ വാപ്പ ഉണ്ടായിരുന്നത്. വാപ്പ ഇപ്പൊ ഇവിടെ അതേപ്പം ഇങ്ങോട്ട് വരാറില്ല. വീട്ടിലൊക്കെ ഉണ്ട്, ആള് വീട്ടിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടേക്കൊന്നും വരാറില്ല. നിങ്ങളാരാ? ഞാൻ അദ്ദേഹത്തിന്റെ മരുമകനാ. എനിക്കിവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തേ? ഞാനൊരു ചെരുപ്പ് മറന്നു വെച്ചു. ആള് ഉടനെ തന്നെ ഒരു സ്റ്റൂൾ എടുത്ത് അതിന്റെ മേലെ കയറിയിട്ട് അന്ന് എനിക്ക് തന്ന അതേ പൊതി അവിടെ വെച്ചിരിക്കുക. ആ പൊതി എടുത്ത് എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ഞാൻ ശരിക്കും പറയാൻ മഞ്ഞ വസ്ത്രമായിരുന്നു ഇട്ടിരുന്നത്. വളരെ വർഷം മുമ്പാണത്. അപ്പോഴതിൽ ഇത് സ്വാമിക്ക് കൊടുക്കണം എന്നൊരു എഴുതി വെച്ചിരിക്കുക. 12 വർഷം. ഞാൻ കണക്കാ പറയണം, 12, 14 എനിക്ക് ഓർമ്മയില്ല. മതി നിർത്ത്. ഓണത്തിലൊക്കെ അതാ ഇത്രയൊക്കെ മതി വെളുപ്പിച്ചു കേട്ടാ. മതി, എന്റെ നാടാണ് മലപ്പുറം. കൂടുതൽ വെളുപ്പിക്കല്ലേ, പതയും വേണ്ട കേട്ടാ. മതി നിർത്തിക്കോ. മതി. ഇതെനിക്ക് ഒരു വെളുപ്പിക്കലായിട്ടില്ല തോന്നുന്നു, ഊക്കായിട്ടാ തോന്നുന്നത്. ദയവ് ചെയ്ത് കണ്ട നാറികളൊന്നും മലപ്പുറത്തെ കുറിച്ച് വന്ന് പറയല്ലേ പ്ലീസ്, ദയവ് ചെയ്തിട്ട്. യൂട്യൂബിലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാണ്ടങ്ങ് പൊക്കൊന്നും വേണ്ട. ഞങ്ങൾ മലപ്പുറത്തെ കുറിച്ച് ഉള്ളത് പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ഒരു മാന്യത. മലപ്പുറം ജില്ല ഏതൊരു ജില്ലയെ അപേക്ഷിച്ചിട്ടും പെട്ടെന്ന് വളരുന്നൊരു ഒരു ജില്ലയാണ് മലപ്പുറം, പ്രത്യേകിച്ച് കച്ചവടത്തിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോഴാണ് എൻ്റെ 14 കൊല്ലമായിട്ടുള്ള മറ്റേ മലം കെട്ടിപ്പോയി ഞാൻ അടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പോടാട്ടെ, നാണം പെട്ട ഓരോ ഊളകളങ്ങോട്ട് കയറി വരും നാണം കെടുത്താനായിട്ട്. എന്നിട്ട് പോടാ. എൻ്റെ നാടാണ് മലപ്പുറം ജില്ല. എല്ലാ നാടെങ്ങനെ അതുപോലൊക്കെ തന്നെ എൻ്റെ മലപ്പുറം ജില്ല. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആരും പറഞ്ഞു വരണ്ട. എല്ലാ നാട്ടിൽ പോയാലും സ്നേഹം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലും ആളുകൾ പറ, വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് അവർക്ക് നല്ല അനുഭവം അല്ലാതെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയട്ടെ. അതെന്താ പറയാത്ത? മലപ്പുറം ജില്ല വരുമ്പോൾ മാത്രം കുറേ ആൾക്കാർ അനുഭവം പറയാൻ വരുന്നതുകൊണ്ടാണ് അതിൻ്റെ കുഴപ്പം. മനസ്സിലായ? മറ്റു ജില്ലകളിൽ പല ആളുകളും ജീവിച്ചു പോകുന്നുണ്ട്, മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ കാര്യം വരുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നൂല് കെട്ടിയിട്ട് ഓരോ ടീച്ചർമാരും മാഷന്മാരും ഇറക്കും. ഞങ്ങൾ മലപ്പുറക്കാരുടെ പരിപാടി തന്നെ അതാ. ഫസ്റ്റ് ഏതെങ്കിലും മാഷന്മാരടുത്ത് പോകും. മാഷ നാട് എവിടെയാ? ഞാനങ്ങ് പത്തനംതിട്ടയില്ല. മലപ്പുറം? മലപ്പുറം സൂപ്പറാ, ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ മലപ്പുറത്തിൻ്റെ സ്ഥലം വാങ്ങി ഇവിടെ കൂടി. അതും പറഞ്ഞിട്ട് പറയും മലപ്പുറത്ത് വന്നവരാരും പോവില്ലേ, മലപ്പുറത്ത് വന്നവരാരും പോവില്ലേ. എന്തിനാടാ എവിടുന്ന് നിങ്ങൾക്ക് ഇതിന് മാത്രം മാഷന്മാരെ നൂലുകെട്ടി ഇറക്കി കിട്ടുന്നത്? അതാ ഞാൻ ആലോചിച്ച് നോക്കണേ. മലപ്പുറം ജില്ലയിൽ പണ്ട് മാഷന്മാർ വന്നിട്ട് പോകാതിരുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. അത് ഈ ഊളത്തരം പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. അന്നൊക്കെ മലപ്പുറം ജില്ലയിൽ വളരെ സ്ഥലത്തിന് വില കുറവുള്ളൊരു സ്ഥലമായിരുന്നു. അതായത് ഈ ടീച്ചർമാരെ കാര്യം വീട് വെച്ച് താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, അതൊക്കെ 10, 20, 30 കൊല്ലത്തെ കഥയാണ് ഈ പറയണത്. അന്നൊക്കെ ചീപ്പ് റേറ്റാണ്. പല ആളുകളും ഈ പത്തനംതിട്ട പോയി, ഇപ്പം എൻ്റെ ഒക്കെ ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പത്തനംതിട്ടക്കാരാണ്. അവിടുന്നൊക്കെ സ്ഥലം വിറ്റിട്ടാണ്, കുറച്ച് വിലയ്ക്ക് സ്ഥലം കിട്ടിയിട്ടാണ് ഇവിടെ വന്നെടുത്തുള്ളത് മലപ്പുറം ജില്ലയിൽ. അങ്ങനെ പല ആളുകളും മലപ്പുറം ജില്ലയിൽ വീട് വെച്ച് താമസിച്ചതാണ്. അതിന് വേറൊരു അർത്ഥമൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വീണ്ടും പറയാം, എൻ്റെ നാടാണ് മലപ്പുറം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഒരുപാട് അങ്ങോട്ട് പൊക്കി പറയണത്. ആ പൊക്കി പറയണത് ഞങ്ങളെ നിലത്തിട്ട് അടിക്കാനെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉള്ളത് പറഞ്ഞാൽ മതി. എല്ലാ ജില്ലയിലും ടീച്ചർമാർ
ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലയിലെ ടീച്ചർമാർക്കും അമ്മമാരുടെ അടുത്ത് മാന്യമായിട്ടുള്ള പെരുമാറ്റം കിട്ടുന്നത്. എല്ലാവർക്കും സുഖകരമായിട്ടുള്ള എന്താ പറയുക മുന്നോട്ട് പോക്ക് തന്നെയാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പക്ഷേ ജില്ലയുടെ കാര്യം വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം നൂല് കെട്ടിക്കൊണ്ട് ടീച്ചർമാരും മാഷുമാരും ഇറക്കും. അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഇരവാദം പോലെയൊക്കെയാണ്. അങ്ങനെ ഞാൻ അതിനെ കാണുന്നു. ഞാൻ എവിടെയും ഒരു ടീച്ചറും പറഞ്ഞു കേട്ടില്ല ഇന്ന ജില്ലയിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇന്ന ജില്ലയിൽ ആൾക്കാർ മോശമാണ്, ഇന്ന ജില്ലയിൽ ആൾക്കാർ മോശമാണ്. ഞാൻ എവിടെയും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ടീച്ചർമാർ ഇന്ന ജില്ല മോശമാണ്, ഇന്ന ജില്ലയിൽ ആൾക്കാർ മോശമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത്ര തന്നെയുള്ള എൻ്റെ മലപ്പുറത്തും. മറ്റു ജില്ലക്കാരെ കുറിച്ച് പറയുമ്പോൾ മാഷന്മാരുടെ അടുത്തേക്ക് മയക്കും പിടിച്ചിട്ട് ആരും പോകണില്ല. നിങ്ങൾ ഈ പത്രപ്രവർത്തകർ അവിടെയുള്ള ഇനി പോട്ടെ, പാലക്കാടിലെ ടീച്ചറോട് പോയി ചോദിക്കി, കണ്ണൂരിലെ ടീച്ചറോട് പോയി ചോദിക്കി, കാസർഗോഡിലെ ടീച്ചറോട് പോയി ചോദിക്കി, തിരുവനന്തപുരമുള്ള ടീച്ചർമാരോട് പോയി ചോദിക്കി. ആ മൈക്കൊടുത്ത് മുന്നിൽ പോയിട്ട് പറ എങ്ങനെയുണ്ട് തിരുവനന്തപുരം, ജീവിക്കാൻ എങ്ങനെ ചോദിച്ചു നോക്ക് നിങ്ങൾ. അപ്പോൾ അവർ പറയും ഇത്ര സന്തോഷമുള്ളൊരു നാട് വേറെ ഇല്ല. ഇത് തന്നെ പറയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. പക്ഷെ അവിടെ ആരും ഈ പറഞ്ഞ ജില്ലയുടെ കാര്യം വരുമ്പോൾ ടീച്ചർമാർ അണ്ണാക്കിലോട്ട് മൈക്കെടുത്ത് ചെല്ലാറില്ല എന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ മലപ്പുറംകാർ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളെ നാട് നല്ലതാന്നൊക്കെ. ഒന്ന് പോരാ കണ്ടേ. എൻ്റെ നാട് എല്ലാ നാടിനെ പോലെ തന്നെയാണ്. എൻ്റെ നാടിന് പ്രത്യേകതകളൊന്നുമില്ല. എല്ലാവരും സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. ആരും സ്നേഹമില്ലാത്തവരൊന്നുമില്ല. മലപ്പുറം ജില്ലയിലുള്ളവർ സ്നേഹമുള്ളവരാണ്, തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലക്കാർ സ്നേഹമുള്ളവരാണ്, തൊട്ടപ്പുറത്തുള്ള പാലക്കാട് ജില്ലക്കാർ സ്നേഹമുള്ളവരാണ്. എല്ലാവരും സ്നേഹത്തിനൊന്നും ആർക്കും ഒരു കുറവുമില്ല. മലപ്പുറംകാരെന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ ചെയ്യേണ്ട പരിപാടിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ഞത്തോട്ട് കയറാൻ പറ്റില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാണ്. ഏതെങ്കിലും ഒരു ടീച്ചർ പറയട്ടെ, അല്ലെങ്കിൽ മാഷ് പറയട്ടെ, ഏതെങ്കിലും ഒരു ജില്ലയത്തം പറയട്ടെ ആ നാട് മോശമാണെന്നുള്ളത്, അവിടെ ഉള്ളൊരു സ്നേഹമില്ലാത്തവരാണെന്ന് പറയട്ടെ, നിങ്ങൾ പറയണേ ഞാൻ കേൾക്കാം. ചോദിച്ചോക്ക്. അപ്പോൾ വെറുതെ ഇങ്ങനെ തള്ളണ്ട. ആ തള്ളണേൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. എൻ്റെ ബേക്കിൽ എന്താണ് കളി എന്ന് പറയാം. മതിയടാ ഓവറാക്കാതടാ. നിനക്ക് മാത്രമല്ല എനിക്ക് കൂടി അവകാശപ്പെട്ടാണ് മലപ്പുറം. ഓവറാക്കല്ലേ പ്ലീസ് കേട്ടാ.